ഹായ് നമസ്കാരം വ്യൂവേഴ്സ്. എസ്ക്വയർ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റേഷൻ കാർഡിനുള്ള സമ്മതപത്രം എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്നാണ്. എവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകരോടും ആദ്യം തന്നെ പറയുകയാണ്, ഈ സമ്മതപത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ അപേക്ഷ അംഗീകരിച്ച് നൽകുന്നതിന് ഈ റേഷൻ കാർഡിന്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ ഉടമസ്ഥയ്ക്ക് യാതൊരുവിധ എതിർപ്പും ഇല്ല എന്നും അതിന് സമ്മതമാണെന്നും താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസറെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു പ്രത്യേക ഫോർമാറ്റ് ഒന്നും റേഷൻ കാർഡിന്റെ സമ്മതപത്രത്തിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നൊരു പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നും, ഇല്ല നിലവിലുള്ള റേഷൻ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നുള്ള രണ്ട് ഫോർമാറ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നും നിർബന്ധവുമില്ല. അതുപോലെ ടൈപ്പ് ചെയ്ത് തന്നെ സമ്മതപത്രം സമർപ്പിക്കണമെന്നും നിർബന്ധമില്ല. സമ്മതപത്രം കൈകൊണ്ട്, അതായത് ഒരു വെള്ള പേപ്പറിൽ പേന കൊണ്ട് എഴുതി സമർപ്പിച്ചാലും മതിയാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം സമ്മതപത്രം എന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഡാഷ് ഇട്ട സ്ഥലത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജില്ല, താലൂക്ക് വിവരങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതിയാലും മതിയാകും. ഇതിൽ ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കിൽ, ഇന്ന വില്ലേജിൽ സ്ഥിര താമസക്കാരനായ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ വീടിന്റെ ഓണർ ആണെങ്കിൽ, നിങ്ങളുടെ സ്ഥിരം വീടാണെങ്കിൽ അവിടെ സ്ഥിര താമസമായ എന്നുള്ളത് എഴുതുക. ഇല്ല നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന എന്ന് എഴുതുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ പേര് ഞാൻ എന്ന് എഴുതിയതിനു ശേഷം അടുത്ത പാരഗ്രാഫിൽ ഇന്ന ജില്ലയിൽ ഇന്ന താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസർ മുൻപാകെ സമർപ്പിക്കുന്ന സമ്മതപത്രം. ഇത് എല്ലാ സമ്മതപത്രത്തിനും കോമൺ ആണ്, നിങ്ങൾക്കത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ താഴെ കാണിച്ചിരിക്കുന്നതാണ് പുതിയ ഒരു റേഷൻ കാർഡിനെ അപേക്ഷിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഇതിൽ പ്രത്യേകമായി പറഞ്ഞത് ശ്രദ്ധിക്കുക. എന്റെ ഉടമസ്ഥതയിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന നമ്പർ വീട്ടിലേക്ക് പുതിയ റേഷൻ കാർഡ് അനുവദിച്ചു തരുന്നതിനും അതിലേക്ക് എന്റെ ഭർത്താവ്, എന്നിട്ട് ഭർത്താവിന്റെ പേര്, മകന്റെ പേര്, മകളുടെ പേര്, അതുപോലെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അതിലേക്ക് ചേർക്കേണ്ടതുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും അവരുടെ പേരും, അതാണ് ഒരു ഡാഷ് ഇട്ടിരിക്കുന്നത്. അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പേരെ ചേർക്കാനുണ്ടെങ്കിൽ അവിടെ എഴുതുക. എന്നിവർ ചേർക്കുന്നതിന് എനിക്ക് സമ്മതമാണെന്ന് യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് ഇതിനാൽ ബോധിപ്പിച്ചു കൊള്ളുന്നു. ഇത്രയും മാത്രം എഴുതിയാൽ മതിയാകും. അവിടെ നിന്നിട്ട് പേരെഴുതി റേഷൻ കാർഡിന്റെ ഉടമസ്ഥയാകാൻ പോകുന്ന ആള് അവിടെ പേരും ഒപ്പിടേണ്ടതാണ്. അതിനുശേഷം ഇത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റണം. നമുക്ക് റേഷൻ കാർഡിന്റെ അപേക്ഷയുടെ സമയത്ത് ഇത് ആവശ്യമായി വരും. ഇനിയല്ല നിലവിലുള്ള റേഷൻ കാർഡിൽ മാറ്റം വരുത്താനാണെങ്കിൽ അതിൽ എഴുതേണ്ടത് ശ്രദ്ധിക്കുക. എന്തായാലും 2000 മുകളിൽ ഡേറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ശേഷം ഇതിൽ എഴുതേണ്ടത് നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. ആദ്യത്തെ ഫോർമാറ്റുകളൊക്കെ അതിന്റെ താഴെ എന്റെ ഉടമസ്ഥതയുള്ള റേഷൻ കാർഡ് നമ്പർ, അപ്പൊ അവർക്ക് ഒരു റേഷൻ കാർഡ് നിലവിലുണ്ടായിരിക്കും. ആ റേഷൻ കാർഡിന്റെ നമ്പർ ഇതിൽ ചേർത്തതിന് ശേഷം അതിലേക്ക് എന്താണോ നിങ്ങൾ അവിടെ കൊടുക്കുന്ന അപേക്ഷ, ആരെങ്കിലും ചേർക്കാനാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ അതിൽ അഡ്രസ് ചേഞ്ചോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപേക്ഷയാണ് നിങ്ങൾ കൊടുക്കുന്നില്ല, ആ ഒരു കാര്യത്തിന് എനിക്ക് സമ്മതമാണെന്നും യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് ഇതിനാൽ ബോധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് മതിയാവും നമ്മുടെ നിലവിലുള്ള ഒരു റേഷൻ കാർഡിലെ മാറ്റങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന അപേക്ഷയാവുമ്പോൾ. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി സമ്മതപത്രത്തിന്റെ ഫോർമാറ്റ് ഞാൻ ഇവിടെ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഇത് പുതിയ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള സമ്മതപത്രത്തിന്റെ ഫോർമാറ്റാണ്. ഇനി അതേപോലെ തന്നെ ഇത് ഈ കാണിച്ചിരിക്കുന്നത് നിലവിലുള്ള റേഷൻ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലുള്ള ഫോർമാറ്റിൻ്റെതാണ്. താല്പര്യമുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫോർമാറ്റിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും ബൈ.